വളരെയേറെ പ്രാധാന്യമുള്ള ഒരു പരിപാടിയാണ് ഇന്നലെയും ഇന്നുമായി ഇവിടെ വെച്ച് DYFI സംസ്ഥാന നേതൃത്വം പ്ലാൻ ചെയ്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിച്ച വേറെ ഒരു യുവജന പ്രസ്ഥാനവും ഇല്ല എന്നുള്ളത് സത്യം. അത് സംഘടിപ്പിച്ചത് കേരളത്തിലാണ് എന്നുള്ളതുകൊണ്ട് അതിന് പരിപക്വമായ ഒരു നാട് കേരളമാണ് എന്നാണ് അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നത്. ഇത് കൊണ്ടുപോയിട്ട് UP യിൽ നിങ്ങൾക്ക് നടത്താൻ പറ്റില്ല, മധ്യപ്രദേശിൽ ഒട്ടും നടത്താൻ പറ്റില്ല. കാരണം അവിടെ ഇതല്ല ചർച്ച ചെയ്യുന്നത്. അവിടെ മറ്റു പല കാര്യങ്ങളാണ് ചർച്ച. ചാതുർവർണ്ണ എങ്ങനെയാണ് ഫലപ്രദമായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തുക, സനാതന ധർമ്മത്തിൻ്റെ പേര് പറഞ്ഞ് എങ്ങനെയാണ് പഴയ കാലത്തുള്ള നിങ്ങൾക്കെല്ലാം അറിയുന്ന ജാതി വ്യവസ്ഥയുടെ, ജാതി ശ്രേണിയുടെ, മനുസ്മൃതിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയിൽ നടപ്പിലാക്കുക, ഇതൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. കേരളമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ മവാസോ എന്ന ആശയം, അതാണ് എല്ലാറ്റിനും പ്രധാനം. ഇത് സൂക്ഷ്മമായിട്ട് ഈ പദം പരിശോധിച്ചാൽ മവാസോ എന്നുള്ളത് ഒരു ആഫ്രിക്കൻ ന്യൂനപക്ഷ ഭാഷയാണ്. ആഫ്രിക്കയിലെ ഭൂരിപക്ഷം വരുന്ന ജനതയുടെ ഭാഷയല്ല, ന്യൂനപക്ഷ ഭാഷയും. അതിൻ്റെ ഭാഗമായിട്ടൊരു പദപ്രയോഗമാണ് ഈ മവാസോ. അതിൻ്റെ അർത്ഥമാണ് ആശയം. ആശയം എന്ന് പറയുമ്പോൾ പുതിയ ആശയം എന്ന് പറയേണ്ട കാര്യമില്ല. പുതിയതിന് മാത്രമേ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ, ബാക്കിയെല്ലാം തകർന്നു പോകും. അപ്പോൾ നിലനിൽക്കുന്ന ആശയം തന്നെയാണ്. ഞാനിത് സാധാരണ പറയാറുണ്ട്, ഒരാശയം മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിച്ചാൽ, അത് സ്വായത്തമാക്കാനായാൽ, അതിന് ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ കൂട്ടായ്മ സൃഷ്ടിക്കുന്ന കണ്ണിചേർക്കൽ പ്രക്രിയ പൂർത്തിയായാൽ, ഈ ആശയം ഏതാശയവും അത് കേവലമായ ഒരാശയം അല്ല, അത് ഒരു ഭൗതിക ശക്തിയാണ് എന്നതാണ് അതിൻ്റെ നിയമം. ഇവർ ഈ മവാസോ എന്ന പദം ഈ പരിപാടിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ യുവജനങ്ങളുടെ ഏറ്റവും അവസാനത്തെ സ്റ്റാർട്ടപ്പ്, ആ സ്റ്റാർട്ടപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫെസ്റ്റിവൽസ് തന്നെ സംഘടിപ്പിക്കുമ്പോൾ ഈ മവാസോ എന്ന പദം ഉപയോഗിച്ചത് കൃത്യമായും ശരിയായ ഒരു ദിശ നൽകുന്ന ഒന്നാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതുമായി ബന്ധപ്പെട്ട ദർശനം ഞാൻ അവതരിപ്പിച്ചത്. കുറച്ച് പ്രയാസമാണത് ഞാൻ പറഞ്ഞത്. ഒന്നും കൂടി ഞാൻ പറയാതെ ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടോ? ഒരാശയം മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിച്ചെന്നാൽ നിങ്ങൾക്ക് സ്വായത്തമാക്കാനായാൽ, അങ്ങനെ സ്വായത്തമാക്കിയ ഒരാശയം മറ്റ് മനുഷ്യരിലേക്ക്, ദശലക്ഷക്കണക്കിന് മനുഷ്യരിലേക്ക് ആ ആശയം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കണ്ണി ചേർക്കപ്പെട്ടാൽ, സാധാരണ നമ്മളതിന് ആശയം എന്നാണ് പറയുക, അത് യഥാർത്ഥത്തിൽ ഒരാശയമല്ല, പ്രതിപ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒരു ഭൗതിക ശക്തിയായിട്ട് മാറും ഈ ആശയം എന്നതാണ് ആശയത്തിൻ്റെ പ്രത്യേകത. അതൊന്നുകൂടി ഞാൻ അങ്ങനെ പറയുന്നതാണ്. അപ്പോൾ അത്ര പ്രധാനപ്പെട്ട ഒരു കാര്യം അത് മുദ്രാവാക്യമായി വെച്ച് DYFI നടത്തിയിട്ടുള്ള ഈ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ, ഇത് കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഒരു പുതിയ നാഴികക്കല്ലാണ്. നമ്മളെല്ലാ കാലത്തും യുവജന പ്രസ്ഥാനത്തിൻ്റെ ആരംഭഘട്ടം മുതൽ അതിൽ പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. അതിൻ്റെ ആദ്യത്തെ രൂപമാണ് KSYF, കേരള സോഷ്യലിസ്റ്റ് യുവജന ഫെഡറേഷൻ. അതിനുശേഷം രൂപപ്പെട്ടതാണ് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഈ സംഘടന
ചരിത്രത്തിലേക്ക് ഞാനിപ്പോൾ കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അന്നെല്ലാം നമ്മൾ തൊഴിലില്ലായ്മക്കെതിരായിട്ടുള്ള പോരാട്ടവും സമരവുമാണ്. ഞാൻ രാവിലത്തെ സെഷനിൽ പറഞ്ഞതുപോലെ മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥയുടെ ഉൽപ്പന്നമാണ് തൊഴിലില്ലായ്മ. ആ തൊഴിലില്ലായ്മ പരിഹരിക്കണമെങ്കിൽ ഈ മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥ തന്നെ മാറ്റണം. ഇപ്പോൾ വിപ്ലവകരമായ ചുമതലകളിലൂടെ സാമൂഹ്യ വ്യവസ്ഥയുടെ മാറ്റത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു പുതിയ തലമുറയായി യുവജനങ്ങളെ രൂപപ്പെടുത്തി വളർത്തിയെടുക്കണം എന്ന വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് KSYF ആയാലും DYFI ആയാലും രൂപപ്പെട്ട് മുന്നോട്ടേക്ക് വന്നത്. സ്വാഭാവികമായിട്ട് കേരളത്തിൻ്റെ ഇന്നത്തെ പരിസ്ഥിതിയിൽ നമ്മളൊരു പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. സമരവും പ്രക്ഷോഭവും എല്ലാം ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് പിന്നോട്ടേക്ക് പോകുന്നും വേണ്ട, പിന്നോട്ടേക്ക് നീങ്ങേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ ഒപ്പം തന്നെ യുവതയെ എങ്ങനെയാണ് നമുക്ക് ഫലപ്രദമായി പുതിയ തലത്തിലേക്ക് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നീക്കാനാവുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ഈ പശ്ചാത്തലം ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തുമില്ല. ഇവിടെയാണ് അഭ്യസ്തവിദ്യരായ യുവതീ-യുവാക്കൾ ഏറ്റവും കൂടുതലുള്ളത്. ഇവിടെയാണ് ജനകീയ വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിൻ്റെ ഉൽപ്പന്നമായിട്ടാണ് അങ്ങനെ വന്നത്. ഏത് പാവപ്പെട്ട മനുഷ്യൻ്റെയും കുടുംബങ്ങളിൽ ഇന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയ യുവതീ-യുവാക്കളുണ്ട്. വലിയ സമ്പന്നന്മാരുടെ മക്കൾ മാത്രം ഉന്നത വിദ്യാഭ്യാസം നേടുന്ന രാജ്യത്ത് 10-30 കോടിയോളം വരുന്ന മനുഷ്യർക്ക് കയറിക്കിടക്കാൻ ഇടമില്ലാത്ത, സ്വന്തമായിട്ട് അസ്തിത്വമില്ലാത്ത പാവപ്പെട്ട ജനങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യത്ത് എല്ലാ മനുഷ്യർക്കും കയറിക്കിടക്കാൻ ഒരിടമുണ്ടാകുക, അവർക്ക് വിദ്യാലയങ്ങളിലേക്ക് പോകാൻ സാധിക്കുക, ഉന്നത വിദ്യാഭ്യാസം നടത്താനുള്ള സൗകര്യം ലഭിക്കുക, അതിനുള്ള പശ്ചാത്തലം ഒരുക്കുക, ഇതെല്ലാം ചേർന്ന് മുമ്പോട്ടേക്ക് വന്ന കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകൾ ഉൾപ്പെടെ ഉണ്ടാകുന്ന നാട് എന്ന രീതിയിൽ കേരളത്തിൻ്റെ ഈ പ്രത്യേകത. ഈ പ്രത്യേകതയിൽ നിന്നുകൊണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ മുന്നോട്ടേക്ക് പോകാൻ ഒരു പുതിയ രീതി വേണം. പഴയ പ്രക്ഷോഭത്തിൻ്റെയും സമരത്തിൻ്റെയും രീതി മാത്രം പോരാ. ഇപ്പോൾ ക്രിയാത്മകമായിട്ട് നമുക്കെങ്ങനെയാണ് ഈ യുവതയെ സംഘടിത പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തൊഴിലുള്ളവരായി മാറ്റാനാവുക എന്നത് ഒരു അജണ്ടയായിട്ട് DYFIയുടെ മുമ്പിൽ വരികയാണ്, യുവതയുടെ മുമ്പിൽ വരികയാണ്. അപ്പോൾ ആ കടമ നിർവഹിക്കുന്നതിന് വേണ്ടി ഇപ്പോഴും 15,000-ഓളം സ്റ്റാർട്ടപ്പുകൾ രൂപപ്പെടുത്തണമെന്നാണ് കേരള ഗവൺമെൻറ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഭാഗമായിട്ട് 15,000 എന്നുള്ളത് ആദ്യത്തെയാണ്. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ 1,00,000 സംരംഭക പ്രവർത്തനം ഇവിടെ പറഞ്ഞില്ലേ നേരത്തെ അധ്യക്ഷൻ, 1,00,000 സംരംഭകരെ നമുക്ക് കണ്ടെത്താൻ കഴിയണം എന്നാണ് ആദ്യം ആലോചിച്ചത്. അന്ന് ഞാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിരുന്നു. അന്ന് രാജീവനും ഞാനും കൂടി ആലോചിച്ചു നമുക്കെങ്ങനെയാണ് ഇത് സാധിക്കുക. കാരണം സംരംഭ പ്രവർത്തനവുമായിട്ട് മുനിസിപ്പാലിറ്റിയിലേക്ക് പോകുമ്പോൾ, കോർപ്പറേഷനിലേക്ക് പോകുമ്പോൾ, അതുപോലെ തന്നെ പഞ്ചായത്തിലേക്ക് പോകുമ്പോൾ ആ ഉദ്യോഗസ്ഥ വിഭാഗവും പൊതുവേ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെയും ധാരണ ഇതെങ്ങനെയാണ് മുടക്കാനാവുക എന്നതാണ്. ഇതിന് അനുവാദം 2 കൊല്ലം കഴിഞ്ഞ്, 5 കൊല്ലം കഴിഞ്ഞ്, 10 കൊല്ലം കഴിഞ്ഞിട്ടും ഇത് കഴിയില്ല, ഇനി അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പോയ എത്രയോ ആളുകളുണ്ട്. ഒരു സംരംഭ പ്രവർത്തനം നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു പുതിയ സംസ്കാരം രൂപപ്പെടുത്താതെ ഈ സംരംഭ പ്രവർത്തനത്തിന് മുമ്പോട്ടേക്ക് പോകാനാവില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് വിപുലമായ ക്യാമ്പയിൻ ഞങ്ങൾ നടത്തിയത്.